കളിയിക്കാവിളയിൽ ക്വാറി ഉടമ ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ സുനിൽകുമാർ പിടിയിൽ. പാറശാലയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. കൊലപാതകം നടത്താൻ ആയുധങ്ങൾ നൽകിയത് സുനിൽകുമാറാണെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതോടെ കേസിൽ 3 പേർ അറസ്റ്റിലായി. കൊലപാതകത്തിന് ശേഷം ഒളിവിലായിരുന്ന സുനിൽകുമാർ ഇന്നലെ രാത്രി പാറശാലയിൽ നിന്നാണ് പിടിയിലായത്. കളിയിക്കാവിള പോലീസാണ് ഇയാളെ പിടികൂടിയത്. കൊലപാതകം നടത്താൻ 1-ാം പ്രതി അമ്പിളി എന്ന് വിളിക്കുന്ന സജികുമാറിന് സർജിക്കൽ ബ്ലേഡും മറ്റു ഉപകരണങ്ങളും നൽകിയത് സുനിൽകുമാറാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ സഞ്ചരിച്ച കാർ പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുനിൽകുമാർ പിടിയിലായതോടെ കൊലപാതകത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സുനിൽകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനിടെ ലഭിക്കുമെന്നും പോലീസ് കണക്കുകൂട്ടുന്നു. ദീപുവിന് സുനിൽകുമാറുമായി നേരത്തെ പരിചയമുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രദീപ് ചന്ദ്രൻ സുനിൽകുമാറിന്റെ അടുത്ത സഹായിയാണ്. ഒളിവിൽ പോകുന്നതിനു മുൻപ് പ്രദീപ് ചന്ദ്രനുമായി സുനിൽകുമാർ സംസാരിച്ചതിന്റെ തെളിവും പോലീസ് ശേഖരിച്ചിരുന്നു. കൊലപാതകം നടത്തുന്ന സമയം 1-ാം പ്രതി അമ്പിളിക്ക് പുറമെ കാറിൽ സുനിൽകുമാറും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തത വരാനുണ്ട്. സുനിൽകുമാർ കൂടി അറസ്റ്റിലായതോടെ 3 പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.